നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡ് മാസപ്പടി കേസിൽ അതിനിർണായകമായ ഒരു പരിശോധനയായി മാറുകയാണ്. ഇത് രണ്ടാം തവണയാണ് ഇഡി വിവിധയിടങ്ങളിൽ റെയ്ഡുകൾ നടത്തുന്നത്. കേസന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഇഡിക്ക് ഹൈക്കോടതി അനുമതി നൽകിയതോടുകൂടി പെട്ടെന്ന് തന്നെ അവർ ആദ്യഘട്ട പരിശോധനകളിലേക്ക് കടന്നിരുന്നു. പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതിയിലടക്കം 12 ഇടങ്ങളിലാണ് മാസങ്ങൾക്ക് മുമ്പ് ഇഡി ഒരു റെയ്ഡ് നടത്തിയത്. ആ പരിശോധനയിലും അതിനിർണായകമായ ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയിരുന്നു. ഇഡിയുടെ ആ റെയ്ഡുകൾക്കെതിരെ അന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രമല്ല, പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടാം തവണയാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ ഈ കേസിൽ നടത്തുന്നത്. ഇതുവരെ ഈ മാസപ്പടി കേസിൽ ചർച്ച ചെയ്യപ്പെടാത്ത പല പേരുകളും ഈ റെയ്ഡുകളോടുകൂടി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം സ്വത്ത് വിവരങ്ങൾ കണ്ടുകെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധന എന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ അതുമാത്രമല്ല, അന്വേഷണത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ ചില കൂടുതൽ കമ്പനികളും വ്യക്തികളുമെല്ലാം ഈ കേസിലേക്ക് കടന്നു വരികയാണ്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡുകൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡ് ഈ മാസപ്പടി കേസിൽ അന്വേഷണം മുൻമന്ത്രി മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ കുടുംബ വീട്ടിലടക്കം അന്ന് പരിശോധന നടന്നിരുന്നു. ഇന്നിപ്പോൾ പൂർണ്ണമായും മുഹമ്മദ് റിയാസിൻ്റെ ചില കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കൾ, മുഹമ്മദ് റിയാസിൻ്റെ നിക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്ന ചില കമ്പനികളുടെ കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇഡിയുടെ പരിശോധന നടത്തിയത്. ഏതാണ്ട് ഒരേ സമയം 8 ഇടങ്ങളിലാണ് കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡുകൾ നടന്നത്. ആ റെയ്ഡിൽ ഇഡി തേടിയെത്തിയത് ഒരു മൊബൈൽ ഫോണാണ് എന്നാണ് സൂചന. അതായത് കള്ളപ്പണം വെളുപ്പിച്ചു, ഈ പറയുന്ന പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്ന 2.78 കോടി രൂപ CMRൽ നിന്നും അനധികൃതമായി വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റിയ തുക, ആ തുക മാത്രമല്ല വേറെയും ചില കോടികൾ ഈ പറയുന്ന കക്ഷികളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തുകകൾ എവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്നറിയാനാണ്, ആരാണ് ഈ തുകകളെടുത്ത് ഇടപാടുകൾ നടത്തുന്നത് എന്നറിയാനാണ് ഇന്നലത്തെ പരിശോധന. അതിൽ DYFIയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, CPIയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ ഉൾപ്പെടെ നിരവധി ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകളുണ്ടായിരുന്നു. ഇവരെല്ലാം പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്, മുഹമ്മദ് റിയാസുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരാണ്, മുഹമ്മദ് റിയാസിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ, കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ആദ്യഘട്ട പരിശോധനയിൽ നിന്നാണ് ഇഡിക്ക് ലഭിക്കുന്നത്. വീണ വിജയൻ്റെ ഒരു ഡയറി ആ ആദ്യഘട്ട പരിശോധനയിൽ ഇഡിക്ക് ലഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു. വീണ വിജയനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ലെന്നും ദുരൂഹമായ ഇടപാടുകളെക്കുറിച്ച് വീണ വിജയൻ ഒന്നും അറിയില്ലെന്നുമാണ് ഇഡി പിന്നീട് നിഗമനത്തിലെത്തിയത്. പിന്നെ ആരാണ് വീണ വിജയനെ കരുവാക്കി മാറ്റിക്കൊണ്ട് ഈ ഇടപാടുകൾ നടത്തുന്നത്? അത് മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇഡിയുടെ വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ കേന്ദ്രങ്ങളിൽ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരുടെ ഇടങ്ങളിലൊക്കെ ഇന്നലെ ഇഡിയുടെ പരിശോധന നടന്നത്. ഇഡി അന്വേഷിച്ചെത്തിയ മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ വീണയുടെ ആദ്യ ഡയറിയിലുണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ ഇന്നലെ കണ്ടെടുത്തു. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പണം വിദേശത്തേക്ക് കടത്തിയതിൻ്റെ തെളിവുകൾ കിട്ടി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്നു, മാസപ്പടി വാങ്ങുന്നു, ഈ പണം നേരെ വിദേശത്തേക്ക് കടത്തിയിരിക്കുന്നു. എന്തിനാണ് ഇവർ ഈ പണം വിദേശത്തേക്ക് കടത്തിയത്? അതിൻ്റെ തെളിവുകൾ ഈ മൊബൈൽ ഫോണിലുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഇനിയിപ്പോൾ ഇഡിക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലും സമാനമായ കഥകൾ നമ്മൾ കേട്ടതാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ പിണറായി വിജയനോടൊപ്പം പരിശോധനകളൊന്നും ഇല്ലാതെ തന്നെ കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ ഡോളർ കെട്ടുകളാണ് എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ നിന്നും അനധികൃതമായി ഇതിനു മുമ്പും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട്
പണം കടത്തിയതിൻ്റെ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും വിദേശത്ത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ, മാസപ്പടി കേസിൽ വിദേശത്ത് പണം കടത്തിയിരിക്കുന്നു. അതായത് കോടികൾ വാങ്ങുകയും അത് വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ED കണ്ടെത്തിയിരിക്കുന്നത്. അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാണ് സൂചന. അതേസമയം ED റെയ്ഡിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഒന്നിച്ചിറങ്ങിയിട്ടുണ്ട് എന്നതാണ്. നേരത്തെ പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെതിരെയും ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിൽ 26ഓളം സഖാക്കന്മാരാണ് ജയിലിൽ പോയത്. ED ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനാംഗങ്ങളെയും ആക്രമിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അതിനുശേഷം പിണറായി വിജയൻ്റെ കേസിൽ CPM തൊട്ട് കളിച്ചിരുന്നില്ല. CMRLും എക്സാലോജിക്കും 2 സ്വകാര്യ കമ്പനികളാണെന്നും ഇവർ തമ്മിലുള്ള ഇടപാടുകളിൽ പാർട്ടിക്ക് ബാധ്യതയൊന്നുമില്ല എന്നുമാണ് അന്ന് CPM പറഞ്ഞൊഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് എത്തിയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി ഒന്നടങ്കം ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിനെതിരെ രംഗത്ത് വരികയാണ്. കേവലം രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ് മുഹമ്മദ് റിയാസിനെതിരെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും ഈ കേസിനെ നേരിടും എന്നാണ് CPM പറയുന്നത്. അതായത് മുഹമ്മദ് റിയാസ് കൂടി അന്വേഷണത്തിൻ്റെ ലൈം ലൈറ്റിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ പാർട്ടി പ്രതിരോധത്തിൻ്റെ മറ തീർക്കുകയാണ്. പിണറായി വിജയനെയും അതുപോലെ തന്നെ മകളെയും ഭർത്താവിനെയും സഹായിക്കുന്ന രീതിയിൽ പാർട്ടി ഇപ്പോൾ ഇതാ ഇമ്മ്യൂണിറ്റി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം. മാത്രമല്ല, താൻ ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ലെന്നും ഇവിടെ നിന്നും ഈ അന്വേഷണത്തിൻ്റെ പേരിൽ ഒളിച്ചോടാൻ പോകുന്നില്ലെന്നുമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അതായത് ചില MLA-മാരുണ്ട്, കൈപ്പത്തി ചിഹ്നത്തിലൊക്കെ മത്സരിച്ച് ജയിക്കുന്നു, പിന്നീട് EDയുടെ കേസ് വരുന്നു, ആ കേസ് വരുന്ന ഘട്ടത്തിൽ BJPയിലേക്ക് പോകുന്നു, അതിനെന്തായാലും തന്നെ കിട്ടില്ല എന്നാണ് ഇപ്പോൾ CPMൻ്റെ മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനും വീണ വിജയൻ്റെ ഭർത്താവും ഒക്കെയായ PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. EDയുടെ അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നുവെന്നാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന. വളരെ നിർണായകമായ ചില കണ്ടെത്തലുകൾ ED ഇപ്പോൾ നടത്തിയിരിക്കുന്നു. വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു എന്നായിരിക്കും വരും ദിവസങ്ങളിൽ ED അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ മുഹമ്മദ് റിയാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കൊച്ചി ഓഫീസിലേക്ക് ED മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM പ്രതിരോധം തീർക്കുന്നത്. BJPയുടെയും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെയും പ്രതികാര രാഷ്ട്രീയത്തിന് പിന്നിലാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും നടത്തുന്നില്ല. EDയുടെ മുന്നിലേക്ക് വരുന്ന കേസുകളിൽ ED അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമാണ്. നേരത്തെയും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകളിന്മേൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും, അത് BJP ഭരിക്കുന്ന സംസ്ഥാനമെന്നോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമെന്നോ മാറ്റമില്ലാതെ ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള പല സംസ്ഥാനങ്ങളിലും നിർണായകമായ ഇടപാടുകളിൽ EDയുടെ അന്വേഷണം നടക്കുകയാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാലോജിക്ക് മാത്രമല്ല, ലേക്കറോൾ ഇന്ത്യ അതോടൊപ്പം തന്നെ സൊലൈസ് എന്നീ 2 കമ്പനികൾ കൂടി ഇവർക്കുണ്ടായിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൊലൈസ് എന്ന് പറയുന്നത് ഒരു പരസ്യ കമ്പനിയാണ്. ഈ പരസ്യ കമ്പനിയിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ ഭാര്യ വീണ വിജയനും നിക്ഷേപമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില കമ്പനികളുണ്ട്. അതായത് ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന വീണ വിജയൻ്റെ മറ്റൊരു കമ്പനി. ഈ കമ്പനി ഈ എക്സാലോജിക്കിനെ പോലെ തന്നെ ഒരു ഷെൽ കമ്പനിയാണ് എന്ന് പോലീസ് വിലയിരുത്തുന്നു. വേണ്ടത്ര മൂലധനമൊന്നുമില്ല, വേണ്ടത്ര ഇടപാടുകളും, പക്ഷേ ഇടപാടുകൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്നുണ്ട്, മൂലധനമില്ല, ഓഫീസ് അഡ്രസ്സ് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓഫീസ് അഡ്രസ്സായി രേഖകൾ വരിച്ചിരിക്കുന്ന വിലാസത്തിൽ ആരും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നേരത്തെ എക്സാലോജിക്കിൻ്റെ വിവാദം ഉയർന്നു വന്നപ്പോൾ എക്സാലോജിക്കിൻ്റെ ഓഫീസ് കെട്ടിടം AKG ഭവൻ്റെ ഓഫീസിൻ്റെ അഡ്രസ്സ് ആയിരുന്നു എന്നതും നമ്മൾ കണ്ടതാണ്.